ഡെഫിനിഷനിലെ അടുത്ത ടേമാണ് അസസ്സി. ഇപ്പോൾ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കണക്കെടുക്കുക. ടാക്സ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഇൻകത്തിൻ്റെ കണക്കെടുക്കുന്നതിനാണ് അസസ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ അതുപോലെ തന്നെ അസസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഇൻകത്തിൻ്റെ ആണോ നമ്മൾ കണക്കെടുക്കുന്നത് അയാൾ തന്നെ പറയുന്ന പേരാണ് അസസ്സി. പക്ഷേ അതിനും പല തരത്തിലുള്ള മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ അർത്ഥങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പറയുന്നത് ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓർ എനി സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി. ഈ ആക്ട് പ്രകാരം ഏത് സം ഓഫ് മണി അല്ല, അതായത് ടാക്സ് മാത്രമല്ല, ചിലപ്പോൾ ടാക്സ് അടയ്ക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫൈൻ, പെനാൽറ്റി, അങ്ങനെ പലതരത്തിലുള്ള എമൗണ്ട് നമ്മൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അടയ്ക്കേണ്ടി വരും. നികുതി ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നികുതി എന്നുള്ള വാക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും എമൗണ്ടുകളുണ്ട്, പല തരത്തിലുള്ള എമൗണ്ടുകൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല സന്ദർഭങ്ങളിലും അപ്പോൾ ഇത്തരം ടാക്സ് മാത്രമല്ല എനി സം ഓഫ് മണി അടയ്ക്കാൻ ലാബിളായിട്ടുള്ള ആളിനെയാണ് അസസ്സി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം, ആർക്ക് വേണ്ടിയിട്ടാണോ പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാവ് ബീൻ ടേക്കൺ, അതായത് ലീഗൽ പ്രൊസീഡിങ്സ് നടത്തിയിട്ടുണ്ടാവാം ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഇൻകം. ഒരാളുടെ ഇൻകത്തിൻ്റെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഓർ ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹീ ഈസ് അസസിബിൾ, അല്ലെങ്കിൽ ആ വ്യക്തി വേറെ ആർക്കോ വേണ്ടിയിട്ട് ലയബിളായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകിൽ എൻ്റെ ഇൻകം അസസ് ചെയ്യാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അസസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ വേറെ ആരുടെയെങ്കിലും ഇൻകം ടാക്സിന് ഞാൻ ലയബിളായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആർക്കെങ്കിലും വേണ്ടി ടാക്സ് അടയ്ക്കേണ്ട ആളാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ പ്രവർത്തിക്കുകയോ, അല്ലെങ്കിൽ വേറെ ചെറിയ മകന്, എൻ്റെ കുഞ്ഞ് 18 വയസ്സ് തികയാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ നികുതി അടയ്ക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അസസ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും പ്രൊസീഡിങ്സ്, അതായത് പ്രൊസീഡിങ്സ് വെച്ചാൽ അത്രേ ഉള്ളൂ, അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ്, ലീഗൽ പ്രൊസീഡിങ്സൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുകളിൽ എടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ലയബിളാണെങ്കിൽ അയാളും അസസ് ചെയ്യണം. ഇതിനടുത്തത് ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാവ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെൻറ്റ് ഓഫ് ലോസ് സസ്റ്റെയിൻ ബൈ ഹിം, ഒരാളുടെ ലോസിൻ്റെ അസസ്മെൻറ്റ് എടുക്കുകയാണ്. ഓർ ഫോർ ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം. ഇപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഒരാളുടെ വെറുതെ ബിസിനസ്, നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റും ലോസും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേറെ ഫോർമാലിറ്റീസ് ഉണ്ട്, വേറെ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ എല്ലാ എക്സ്പെൻസുകളും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ബിസിനസ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എല്ലാം നമുക്ക് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ എക്സ്പെൻസുകളും അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ P&L അക്കൗണ്ടിൽ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കിയിട്ട് അതും കൂടി നമ്മളുടെ ഇൻകമായിട്ട് കൂട്ടേണ്ടി വരും. അത് നമ്മൾ അടുത്ത ലാസ്റ്റ് ചാപ്റ്ററിൽ, ലാസ്റ്റല്ല ബിസിനസ് ഇൻകത്തിൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല ബിസിനസ്സിന് ലോസും ഉണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മണി റീഫണ്ട് ചെയ്യേണ്ടി വരാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലവർ അഡ്വാൻസ് ആയിട്ട് ടാക്സ് കൊടുക്കാം, ചിലപ്പോൾ ഉള്ള എമൗണ്ടിനേക്കാളും കൂടുതൽ ടാക്സ് കൊടുക്കാം. അപ്പോൾ ആ കേസിലൊക്കെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് റീഫണ്ടും തരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസിൽ പ്രോഫിറ്റ് മാത്രമല്ല അസസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ളവരുടെ ഇൻകം മാത്രമല്ല അസസ് ചെയ്യുക, ലോസ് ഉള്ളവരുടെ ഇൻകം അസസ് ചെയ്യും. അപ്പോൾ അത്തരം കേസിൽ ലോസ് അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി, അതുപോലെ തന്നെ ആർക്കെങ്കിലും റീഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവരും അസസ് ചെയ്യാണ്. ദെൻ ഹു ഈസ് ഡീംഡ് ടു ബി എൻ അസസി, ഒരാളിനെ ഒരു അസസി ആയിട്ട് കരുതണ കേസിൽ, അത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തേൽ പറഞ്ഞ പോലെ ഒരാൾ അസസി ആവുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻകം അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് എൻ്റെ ഒരു 18 വയസ്സ് പൂർത്തിയാവാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എൻ്റെ ലീഗലായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞാൻ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണെങ്കിൽ അയാൾ തന്നെയാണ് ഡീംഡ് ടു ബി എൻ അസസി. എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് വരുമാനമൊന്നുമില്ല, അല്ലെങ്കിൽ ഇൻകം ഇല്ല, ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട, എങ്കിലും ഞാൻ വേറെ ആരുടെയെങ്കിലും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് എങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അസസ് ചെയ്യാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ ട്രസ്റ്റ് അല്ലെങ്കിൽ വേറെ വല്ല അത്തരം നിലയ്ക്ക് അസറ്റ്, നമ്മളുടെ ശരിക്കും ബിനാമി ട്രാൻസാക്ഷൻ പാടില്ല, എന്നാൽ കൂടി ഈ അങ്ങനത്തെ ബിനാമിയായിട്ട് വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാവാം.
അങ്ങനത്തെ കേസിൽ നമുക്ക് വേറെ റൂളാണ്, എന്നാൽ കൂടി അങ്ങനെ പറയാം ഏകദേശമൊക്കെ. അതായത് ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഇൻകം ടാക്സ് ഞാൻ അടയ്ക്കേണ്ടെങ്കിലും ഞാൻ വല്ലവർക്കും വേണ്ടിയിട്ട് എന്നെ അസസ്സിയായിട്ട് കരുതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡീംഡ് ടു ബി ആൻ അസസ്സി എന്ന് പറഞ്ഞെങ്കിൽ ഒരാളെന്നെ അസസ്സിയായിട്ട് കരുതും. വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് അയാൾ ലയബിൾ ആവണമെങ്കിൽ കൂടി അയാളെന്നെ അസസ്സിയായിട്ട് കരുതും. അടുത്തത് ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസ്സി ഇൻ ഡിഫോൾട്ട്. ഡിഫോൾട്ടാണെന്ന് വെച്ചാൽ അയാൾ വീഴ്ച വരുത്തുക, അയാളും അസസ്സി തന്നെയാണ്. അയാൾ ഏതെങ്കിലും എമൗണ്ട് അടയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈന് പെനാൽറ്റി എന്തെങ്കിലും ഇപ്പോൾ പ്രോപ്പർലി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കേസിൽ അയാൾ അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയും. അപ്പോൾ അസസ്സി ഇൻ ഡിഫോൾട്ടും ഒരു അസസ്സിയാണ്. ഡീംഡ് അസസ്സി, അതായത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരാളെന്നെ അസസ്സിയായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അയാളും അസസ്സിയാണ്. ഇനി ടാക്സ് അടയ്ക്കേണ്ടത് ആരാണ്, അയാളും അസസ്സിയാണ്. ഇനി വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടത് അയാളും അസസ്സിയാണ്. ഇനിയിപ്പോൾ ഫൈന് അല്ലെങ്കിൽ പെനാൽറ്റി ഇൻട്രസ്റ്റ് ഇതൊക്കെ അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ അതും അസസ്സിയാണ്. ഇനിയിപ്പോൾ ലോസ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലോസിൻ്റെ കണക്കെടുക്കാൻ പറയാണ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട്, അയാളും അസസ്സിയാണ്. അപ്പോൾ അസസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ടാക്സ് അടയ്ക്കേണ്ട ആളാണ്. എന്നാൽ ടാക്സ് എന്നുള്ള എമൗണ്ട് മാത്രമല്ല വേറെയും എമൗണ്ടും വരുന്നുണ്ട്, വേറെയും വ്യക്തികൾ വരുന്നുണ്ട് ഈ അസസ്സി എന്നുള്ള ഡെഫിനിഷനിൽ. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് ഇത്തിരി വലുതാണ്. ഞാൻ അടുത്തത് അഗ്രികൾച്ചറൽ ഇൻകമാണ്. അഗ്രികൾച്ചറൽ എന്ന് വെച്ചാൽ നമുക്കറിയാം കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം. അതിന് പ്രത്യേകം അർത്ഥമുണ്ട് എന്തിലെ ഇൻകം ടാക്സ് ഇതിൽ കോൺസെപ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി റെൻറ്റ് ഓർ റവന്യൂ. അപ്പോൾ അഗ്രികൾച്ചർ വെച്ചാൽ നമുക്ക് കൃഷിയുടെ ഇൻകമാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കുക, നമ്മൾ സാധാരണ അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ ആലോചിക്കുക സാധനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള വിളകൾ വിറ്റിട്ട് കിട്ടുന്ന ഇൻകമാണ്. പക്ഷേ എനി റെൻ്റ് ആവാം അല്ലെങ്കിൽ റവന്യൂ, ഏത് ടൈപ്പുള്ള റവന്യൂ ആവാം. ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ ബൗണ്ടറിയിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ എനിവെയർ ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന റെൻ്റ് ഓർ റവന്യൂ ആണ്. ആൻഡ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, അത് അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിച്ചിട്ടുള്ള ലാൻഡ് ആയിരിക്കണം. ആൻഡ് ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഓർ പ്രോസസ് ഓർ സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് നടത്തിയിട്ടുള്ളതാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഗ്രികൾച്ചറൽ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലം മുഴുവണത് മുതൽ വിത്ത് വിതയ്ക്കുന്നതും വിളവുണ്ടാവുന്നതും എല്ലാം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിൻ്റെ ഭാഗമാണ്, പ്രോസസ്സാണ്. അതുപോലെ സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്, അത്തരം ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്നതും ആവാം. ആൻഡ് ഇൻകം ഫ്രം ഫാം ഹൗസ്, ഇപ്പോൾ ഫാം ഹൗസുകൾ സമൃദ്ധിയാണ്. അപ്പോൾ അത്തരം ഫാം ഹൗസിൽ നിന്നുള്ളത്, അതായത് പശു കോഴിയും താറാവും അതുപോലെ കൃഷിയും എല്ലാം ചേർന്നിട്ട് നെല്ലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മീൻ വളർത്തലും അത്തരം ഫാമിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ മാത്രമല്ല, പകരം ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻ്റ് ആവാം, റവന്യൂ ആവാം, ഇത്തരം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് കിട്ടുന്നതാവാം, പൈസയാവാം, അതുപോലെ തന്നെ വിളവ് വിറ്റിട്ട് കിട്ടുന്നതാവാം, അതുപോലെ ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന വരുമാനമാവാം. ഇതൊക്കെ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട. അതായത് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിൻ്റെ ഉള്ളിലുള്ള ലാൻഡിൽ നിന്ന് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കണ്ട. ഇറ്റ് ഈസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്, ഇളവുകളുണ്ട്. അപ്പോൾ പക്ഷേ ആ എക്സംഷനൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അത് ഇതിൻ്റെ ടാക്സ് റൂളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതിൻ്റെ ഡെഫിനേഷൻ മാത്രമാണ് ഇപ്പോൾ നോക്കണുള്ളൂ. അപ്പോൾ ഇതാണ് അഗ്രികൾച്ചർ ഇൻകം. പിന്നെ അടുത്തത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് എന്ന് വെച്ചാൽ മൊത്തം, ടോട്ടൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം വ്യത്യാസമുണ്ട്, ടോട്ടൽ ഇൻകം വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് ടോട്ടൽ ഇൻകം കാണാം, അതും വ്യത്യാസമുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം വ്യത്യാസമുണ്ട്. കാരണം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം കമ്പ്യൂട്ടഡ് അണ്ടർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതായത് സാധാരണയായിട്ട് നമ്മൾ ഇൻകത്തിന് ഇപ്പം ഇങ്ങനെ പല ഡെഫിനേഷനിൽ നമ്മൾ ഇന്നലെ പഠിച്ചു. എന്താണ് ഇൻകം പല തരത്തിലുണ്ട്. ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ എന്തൊക്കെയായിരുന്നു, സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, അങ്ങനെ ഒരുപാട് വിന്നിങ്സ് ഫ്രം ലോട്ടറി, ഇതൊക്കെ ഇൻകത്തിൻ്റെ ഭാഗമാണെന്ന് പഠിച്ചു. അതുപോലെ ശരിക്കും നമ്മൾ കമ്പ്യൂട്ടേഷൻ പർപ്പസിന്, ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന പർപ്പസിന് ഇൻകത്തിനെ 5 ഹെഡാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആ ഡെഫിനേഷനിൽ കുറേ ഇൻകത്തിനെ പറയുന്നുണ്ട്. ഇതിനെല്ലാം ഒന്ന് ഏകോപിപ്പിച്ചിട്ട് 5 ഹെഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട്.
അതിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. അതായത് ഒരാൾ ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ബേസിക് സാലറി, അതിൻ്റെ ഒപ്പം അയാൾക്ക് കിട്ടുന്ന അലവൻസുകൾ എന്താണ്, പെർക്വിസിറ്റ്സ് എന്താണ്, വേറെ എന്തൊക്കെ അയാൾക്ക് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, അതൊക്കെ ഈ സാലറിയുടെ ഭാഗമാണ്. പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ സാലറിയുടെ ഇൻകമാണ്. അതുപോലെ അടുത്ത ഹെഡിങ്ങിൽ പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒന്നിലധികം വീടുണ്ടെങ്കിൽ, ഒരു വീട് താമസിക്കാനും വേറൊരു വീട് വാടകയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാടകയ്ക്ക് കൊടുത്ത വീടിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനാണ്. അതിൽ ബിസിനസ് ഇൻകം എഴുതും, അതായത് നമ്മളെ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. പിന്നെ പ്രൊഫഷൻ, ഡോക്ടർ, ലോയർ അങ്ങനത്തെ പ്രൊഫഷണൽസിൻ്റെ ഇൻകം ഇതിലെഴുതും, ഈ ഹെഡിൽ കണക്ക് കൂട്ടും. അടുത്ത ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡാണ്. ക്യാപിറ്റൽ ഗെയിനിലാണ് നമ്മളെ ഗോൾഡും അതുപോലെ നിലവും അതുപോലെ എന്താ പറയുക ഇത്തരം ബിൽഡിങ്സൊക്കെ ഉണ്ടെങ്കിൽ, ലാൻഡ് ആൻഡ് ബിൽഡിങ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റിട്ട് അസറ്റ് വിറ്റിട്ട്, അതായത് ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഇൻകം ഈ ഹെഡിലാണ് നമ്മൾ കണക്ക് കൂട്ടുക. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസാണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ അല്ലറ ചില്ലറ ഇൻകം ഇതിൽ കൊടുത്തിട്ടാണ് ഡംപ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്നിങ്സ് ഫ്രം ലോട്ടറി, അതുപോലെ ഹോഴ്സ് റേസിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ കളഞ്ഞ് കിട്ടുകയാണെങ്കിൽ, അതുപോലെ എന്താ പറയുക ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇത്തരം ഇൻകം ഒക്കെ ഈ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതർ എന്ന് വെച്ചാൽ ഈ 4 എബവ് 4 ഹെഡിൽ വരാത്ത ഇൻകത്തിനെ എല്ലാം പിടിച്ച് ഈ 5ാമത്തെ ഹെഡിൽ കൊണ്ടുവന്നിടും. അപ്പോൾ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ 5 ഹെഡാക്കിയിട്ടാണ് നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 5 ഹെഡാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളതും ഈ സെമ്മ് കഴിയണത് വരെ പഠിക്കാനുള്ളത് ഈ 5 ഹെഡാണ്. അപ്പോൾ ഈ 5 ഹെഡിലെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, ഇതിൻ്റെ ടോട്ടൽ കാണുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ഈ 5 തരമായിട്ട് നമ്മളുടെ വരുമാനത്തിനെ തരംതിരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. ഒരാൾക്ക് ഒരു ഇൻകം മാത്രമല്ല ഒരു വർഷം ഉണ്ടാവുക. അപ്പോൾ ഇതിനെല്ലാം പല തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യും, കമ്പ്യൂട്ട് ചെയ്യും, ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഇൻകത്തിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്തത് ടോട്ടൽ ഇൻകമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകം വേറെയാണ്, ടോട്ടൽ ഇൻകം വേറെയാണ്. ടോട്ടൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ 5 ഹെഡ് അനുസരിച്ച് കൂട്ടി വെച്ചിട്ടുള്ള ഇൻകം, അതിൽ നിന്നും ചില എക്സംഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ഡിഡക്ഷൻസ് ഉണ്ട്, ചില ഇളവുകളുണ്ട്. അത് സെക്ഷൻ 80 പറയുന്ന ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 80 പറഞ്ഞിട്ടുള്ള കുറച്ച് ഇളവുകളുണ്ട്. അപ്പോൾ അതൊക്കെ ലീഗൽ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ചെയ്തു പോകണം. ആദ്യം ഈ 5 ഹെഡ് കമ്പ്യൂട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എഴുതും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എക്സംഷൻസ് അല്ലെങ്കിൽ ഇളവുകളുണ്ട്, ചില ഡിഡക്ഷൻസ് ഉണ്ട് സെക്ഷൻ 80 പറയുന്നത്. അത് നമ്മൾ പഠിക്കും, അത് അടുത്ത സെമ്മിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്, എക്സംഷൻസ്. അപ്പോൾ ഈ 80 എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് പല പല ഇളവുകളുണ്ട്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിനും വേറെ ഇളവുകളുണ്ട്, അതുപോലെ പ്രൈവറ്റ് എംപ്ലോയീസിന് പലതരം ഇളവുകളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ സംഭാവന കൊടുക്കുന്നത് പോലും ഇളവുണ്ട്. അങ്ങനെ പ്രൈം മിനിസ്റ്ററിൻ്റെ റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് ഇളവുകളുണ്ട്. അപ്പോൾ ഈ ഇളവുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലതിൽ ഫുൾ എമൗണ്ടിന് ഇളവുണ്ടാവും, ചില റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതായത് ചിലത് പാർഷ്യലി ഇളവുണ്ടാവുള്ളൂ, കൊടുക്കുന്നതിൻ്റെ പകുതി എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഈ ഇളവുകൾ കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഹെഡിൽ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടിന് മൊത്തം നമ്മൾ ടാക്സ് കൊടുക്കണ്ട, അതിൽ നിന്ന് ചില ഇളവുകളുണ്ട്, ആ ഇളവുകൾ കുറച്ചിട്ടുള്ള എമൗണ്ടിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടാക്സബിൾ ഇൻകം. അതിനെയാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലയബിൾ ടു പേ ടാക്സ്, അതാണ് ടാക്സബിൾ ഇൻകം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഹെഡിൽ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട്, അതിൽ നിന്നും നമ്മളുടെ ഇളവുകൾ കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടും. അതിൻ്റെ മുകളിലാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. ഇനി ഒരു ഹെഡിങ് ഉണ്ട്, എന്താണ് മാക്സിമം മാർജിനൽ റേറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളതല്ല, പക്ഷേ ഇതിൽ ഡെഫിനേഷനായിട്ട് കൊടുത്തത് കാരണം പറഞ്ഞു എന്ന് മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കോടിയിലധികം വരുമാനമുള്ള ആളുകൾക്ക് സർചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോഴൊന്നും പഠിക്കണ്ട, അത് ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ സമയത്ത് അടുത്ത സെമ്മിന് പഠിച്ചാൽ മതി. ഇൻകം, ടോട്ടൽ ഇൻകം 1 കോടിയിൽ കൂടി കഴിഞ്ഞാൽ അഡീഷണൽ ചാർജാണ്, സർചാർജ് ഉണ്ട്. അപ്പോൾ ഈ സർചാർജ് ഉൾപ്പെടെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബിലുള്ള ഇൻകം വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കേണ്ട റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് ഏറ്റവും ഇൻകം ഉള്ളവർക്ക്, കൂടുതൽ ഇൻകം ഉള്ളവർക്ക് കൊടുക്കേണ്ട, 1 കോടിയിലധികം ഇൻകം ഉള്ളവർ കൊടുക്കേണ്ട റേറ്റാണ് മാക്സിമം മാർജിനൽ റേറ്റ്. സാധാരണയായിട്ട് അത് 30%. അതിൻ്റെ ഒപ്പം സർചാർജും എഡ്യൂക്കേഷൻ സെസ്സൊക്കെ കൂട്ടിയിട്ട് വീണ്ടും നികുതി കൂട്ടിയിട്ട് എത്രയാണ് 42% ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബേസിക് റേറ്റ് എന്ന് പറയുന്നത് 30ആണ്. ഇപ്പോൾ പഠിക്കേണ്ട, നമ്മളത് പിന്നെ അടുത്ത സെമ്മിൽ പഠിക്കും. ഇപ്പോൾ ആവശ്യമില്ലാതെ ഡെഫിനേഷനിൽ കണ്ടപ്പോൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ലാസ്റ്റ് വൺ ഈസ് കാഷ്വൽ ഇൻകം. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ, നമുക്ക് റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ളതല്ല, അല്ലെങ്കിൽ റിക്കറിങ് അല്ല, വീണ്ടും വീണ്ടും കിട്ടുന്നതല്ല. ലോട്ടറി അടിക്കും, അത് എപ്പോഴും അടിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഭാഗ്യത്തിന് നമ്മൾ വല്ല ഗെയിമിലോ എന്തിലേലൊക്കെ ജയിക്കും, അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് നോൺ റിക്കറിങ് ആയിട്ടുള്ള നേച്ചറിലുള്ളതാണ് കാഷ്വൽ ഇൻകം. ഇത്രയാണ് ചില ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, അതിൻ്റെ ഡെഫിനേഷൻസ്. ഇൻകം ടാക്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ്. അതിന് നമ്മൾ പ്രത്യക്ഷത്തിൽ അതൊറ്റ ഇതിൽ കേൾക്കുമ്പോൾ നോക്കണ അർത്ഥമല്ല, അതിൻ്റെ വ്യാപ്തി ഇത്തിരി കൂടുതലാണ്. ചിലതിൽ മീനിങ് ഇത്തിരി വൈഡറാണ്. അതുകൊണ്ടാണ് അത് 1 by 1 ആയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഈ ഡെഫിനേഷൻ്റെ പരിധിയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വാക്കിൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി കിട്ടുന്നത് മാത്രമല്ല ഇൻകം എന്ന് പറയുമ്പോൾ. ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമല്ല ഇൻകം എന്ന് പറയുമ്പോൾ. അതിൻ്റെ വ്യാപ്തി ഇത്തിരി കൂടുതലാണ്, സ്കോപ്പ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡെഫിനേഷനിൽ പറയുന്ന വാക്കുകളൊക്കെ മനസ്സിലാക്കുക. ഡെഫിനേഷൻ കാണാണ്ട് പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന എലമെൻറ്റ്സ് എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം.